ഒരു വീട്ടിൽ ഒരേ സാഹചര്യത്തിൽ വളർന്ന രണ്ട് കുട്ടികൾ, ഒരാൾ ആൺകുട്ടി, ഒരാൾ പെൺകുട്ടി. ഒരേ സ്കൂൾ, ഒരേ മാതാപിതാക്കൾ, ഒരേ അനുഭവങ്ങൾ. പക്ഷേ ഒരേ രീതിയിൽ അവർ ചിന്തിക്കുമോ? ചോദ്യമാണ് അല്ലേ? ഇന്നത്തെ ഈ ദൈർഘ്യമേറിയ കഥയിൽ നമ്മൾ അന്വേഷിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ചിന്തിക്കുന്ന രീതികൾ, അവരുടെ വ്യത്യാസങ്ങൾ. ഇതൊരു മത്സരമല്ല, ഇത് ആരാണ് മേന്മയുള്ളത് എന്ന ചോദ്യവുമല്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു യാത്രയാണ്. രണ്ടുപേരെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, രണ്ടുപേരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ചിന്തയുടെ തുടക്കം, ശിശുകാലം. കുഞ്ഞുങ്ങൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ അവരുടെ മസ്തിഷ്കം വ്യത്യസ്ത രീതിയിൽ വികസിക്കാം. ചില പഠനങ്ങൾ പറയുന്നത് ആൺകുട്ടികൾക്ക് സ്ഥലം തിരിച്ചറിയൽ കഴിവ് ചെറുപ്പത്തിൽ ശക്തമാകാം. പെൺകുട്ടികൾക്ക് ഭാഷയും വികാരങ്ങളും കൂടുതൽ വേഗത്തിൽ വളരാം. എന്തുകൊണ്ട്? മസ്തിഷ്കത്തിലെ ഹോർമോണുകൾ, പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ ആൺകുട്ടികളുടെ വളർച്ചയിൽ സ്വാധീനം ചെലുത്തുന്നു. പെൺകുട്ടികളിൽ എസ്ട്രജൻ കൂടുതൽ സ്വാധീനിക്കുന്നു. പക്ഷേ ഇത് എല്ലാം ശരാശരി അടിസ്ഥാനത്തിലാണ്. എല്ലാ ആൺകുട്ടികളും ഒരുപോലെ അല്ല, എല്ലാ പെൺകുട്ടികളും ഒരുപോലെ അല്ല. പ്രശ്നങ്ങൾ നേരിടുന്ന രീതി. ഒരു ഉദാഹരണം നോക്കാം. ഒരു കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായി. ആൺകുട്ടി ചിന്തിക്കുന്നത് ഇത് എങ്ങനെ പരിഹരിക്കാം, ഒരു ജോലി കിട്ടണം, പണം വേണം. മറിച്ച് പെൺകുട്ടി ചിന്തിക്കുന്നത് ഇത് എല്ലാവർക്കും എങ്ങനെ ബാധിക്കും, അമ്മയ്ക്ക് വിഷമമാകുമോ? അതിനാൽ ചിലപ്പോൾ പറയപ്പെടുന്നു ആൺകുട്ടികൾ സൊല്യൂഷൻ ഓറിയന്റഡ് തിങ്കിങ്, പെൺകുട്ടികൾ ഇമോഷൻ ഓറിയന്റഡ് തിങ്കിങ്. പക്ഷേ ഇത് ഒരു പൊതുവായ പ്രവണത മാത്രമാണ്. വികാരങ്ങളുടെ ലോകം. പെൺകുട്ടികൾ സാധാരണയായി വികാരങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കും. എനിക്ക് വിഷമം തോന്നുന്നു, എനിക്ക് സന്തോഷം കൂടുതലാണ്, അടക്കി പിടിക്കാൻ കഴിയുന്നില്ല. ആൺകുട്ടികൾ പലപ്പോഴും വികാരങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ആൺകുട്ടികൾ കരയരുത് എന്ന സമൂഹത്തിൻ്റെ ധാരണ അവരുടെ ചിന്തയെയും പ്രതികരണത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് പെൺകുട്ടികൾ വികാരം പിടിച്ചടക്കൽ ബുദ്ധിമുട്ടാണ്, ആൺകുട്ടികൾ വികാരങ്ങൾ അടച്ചുവെക്കൽ ബുദ്ധിമുട്ടാണ്. ആശയവിനിമയം. ഒരു പ്രശ്നം സംഭവിച്ചാൽ പെൺകുട്ടി നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയും. ആൺകുട്ടി ഇത് ചെറിയ കാര്യമല്ലേ, വിട്ടേക്കൂ എന്ന ഒരു മനോഭാവമാണ്. ആൺകുട്ടികൾ സംസാരത്തിലൂടെ ബന്ധം ശക്തമാക്കുന്നു. ആൺകുട്ടികൾ പ്രവർത്തനങ്ങളിലൂടെ ബന്ധങ്ങൾ കാണിക്കുന്നു. ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും. ആൺകുട്ടികൾക്ക് സാധാരണയായി മത്സരബോധം ശക്തമാകാം. ഞാൻ ജയിക്കണം, ജയം എന്നിൽ തന്നെ വേണം. പെൺകുട്ടികൾക്ക് ബന്ധങ്ങൾ നിലനിർത്തുക പ്രധാനമാകാം. എല്ലാവരും സന്തോഷമായിരിക്കണം. പഠനശൈലി. ആൺകുട്ടികൾ കാഴ്ചയിലൂടെ പഠിക്കൽ, പ്രവർത്തനത്തിലൂടെ പഠിക്കൽ. പെൺകുട്ടികൾ വായന, എഴുത്ത്, സംഭാഷണം വഴി പഠിക്കൽ. അതുകൊണ്ടാണ് പലപ്പോഴും ഭാഷാ വിഷയങ്ങളിൽ പെൺകുട്ടികൾ മുന്നിലാകുന്നത്. പ്രണയത്തിലെ ചിന്ത. പ്രണയം വന്നാൽ ആൺകുട്ടി ഞാൻ അവളെ സംരക്ഷിക്കണം, പെൺകുട്ടി അവൻ എന്നെ മനസ്സിലാക്കണം. ഇത് രണ്ടുമാണ് മെയിൻ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൺകുട്ടികൾക്ക് സ്നേഹം പലപ്പോഴും പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ്. പെൺകുട്ടികൾക്ക് സ്നേഹം വാക്കുകളിലൂടെയും ശ്രദ്ധയിലൂടെയുമാണ്. സമൂഹത്തിൻ്റെ സ്വാധീനം. നമ്മുടെ സമൂഹം കുട്ടികളെ വ്യത്യസ്തമായി വളർത്തുന്നു. ആൺകുട്ടികൾക്ക് കാറ്, കളിപ്പാട്ടം പോലുള്ളവ, പെൺകുട്ടികൾക്ക് പാവക്കുട്ടി എന്നിവ. ഇത് അവരുടെ ചിന്താഗതിയിൽ ദീർഘകാല സ്വാധീനം ചെലുത്തുന്നു. എന്നാൽ സത്യമെന്ത്? ശാസ്ത്രം പറയുന്നത് വ്യത്യസ്തങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യരുടെ ചിന്തയിൽ വ്യക്തിഗത വ്യത്യാസമാണ് ഏറ്റവും വലിയ ഘടകം. ഒരു പെൺകുട്ടി കൂടുതൽ ലോജിക്കൽ ആകാം, ഒരു ആൺകുട്ടി കൂടുതൽ വികാരഭരിതവുമായിരിക്കും. മനസ്സിലാക്കലിൻ്റെ സന്ദേശം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെയല്ല, പക്ഷേ അവർ പരസ്പരം പൂർത്തിയാക്കുന്നവരാണ്. വ്യത്യാസങ്ങൾ പ്രശ്നമല്ല, അവ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം.